കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ വിജയിച്ച മണ്ഡലമാണ് പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ മുമ്പ് ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ട്. വി ശശികുമാർ അവിടെ MLA ആയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ ഇത്തവണ എന്ത് സംഭവിക്കുന്നുള്ളത് കൗതുകകരമായ ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. വെറും 39 വോട്ടിന് ജയിച്ച നജീബ് കാന്തപുരം MLAക്ക് പെരിന്തൽമണ്ണക്കാർ എത്ര മാർക്ക് കൊടുക്കുന്നു? 77.2 മാർക്ക്, റാങ്ക് 12. സംസ്ഥാനത്തിൽ 140 MLA-മാരിൽ 12ാം റാങ്ക് നജീബ് കാന്തപുരത്തിനാണ്. കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം കൃത്യമായി അദ്ദേഹം ആ മണ്ഡലം ചെറിയ ഭൂരിപക്ഷം ജയിച്ചത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന റിസൾട്ടാണ്. 77.20 എന്ന് പറഞ്ഞാൽ വളരെ മികച്ച മാർക്കാണ്. അത് മറ്റ് മലപ്പുറം ജില്ലയിലെ UDF മണ്ഡലങ്ങൾ പോലെ അല്ല. അവിടെ LDF-ന് കൂടി സ്വാധീനമുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് സമീപകാലത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചെറിയ മാർജിനിൽ മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. മഞ്ഞളാംകുഴിയും അലി എനിക്ക് തോന്നുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ മാർജിനാണ് ശശികുമാറിനോട് പരാജയപ്പെടുന്നത്. അപ്പം വലിയ രീതിയിൽ UDF-ന് മറ്റ് മലപ്പുറത്തെ മണ്ഡലങ്ങളെ പോലെ വേണമെങ്കിൽ പിടിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിലാണ് അത്രയും ടൈറ്റ് വന്നത്. അല്ല, ഇദ്ദേഹം ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിൽ നജീബ് കാന്തപുരം ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് നമ്മൾ വളരെ സിവിൽ സർവീസ് വളരെ ചുരുങ്ങിയ ആളുകളെ മണ്ഡലത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ഈ പദ്ധതികളെ പറ്റിയും ഇദ്ദേഹം നടപ്പിലാക്കിയ ഇത് നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തു. ഇദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇദ്ദേഹം വോട്ടർമാരെ നന്നായിട്ട് പഠിപ്പിക്കുകയും അദ്ദേഹം അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അംഗീകാരം ജനങ്ങൾക്കിടയിൽ നജീബ് കാന്തപുരത്തിനുണ്ട്. അപ്പോൾ ടൈറ്റ് ഫൈറ്റ് എന്നുള്ളത് ഈസി ഫൈറ്റ് ആക്കി 12ാം റാങ്ക് വളരെ മികച്ച റാങ്ക് വളരെ മികച്ച റാങ്കാണ്. ഒരു പ്രതിപക്ഷ MLA-ക്ക് നോക്കാം നമുക്ക്. കഴിഞ്ഞ തവണത്തേതുപോലെ ഇഞ്ചോടിഞ്ച് ടൈറ്റ് ഫൈറ്റ് ആണോ പെരിന്തൽമണ്ണയിൽ? വരട്ടെ. UDF 52.42, 10% വ്യത്യാസം, 10% ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 9.94. 139, 239, 1039 ഒന്നും ആവില്ല. അല്ലല്ല, 1% തന്നെ പറയാൻ തന്നെ 1049 ഒക്കെയാണ് പറയാം. കഴിഞ്ഞ തവണ വളരെ 0.02 വളരെ ചെറിയ മാർജിനായിരുന്നു. ഇത്തവണ 9.94 എന്ന് പറയുന്ന മാർജിനിലേക്ക് UDF അവിടെ എത്തുന്നെങ്കിൽ അത് നജീബ് കാന്തപുരത്തിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ജോലിക്കുള്ള റിവാർഡ് ഉറപ്പായിട്ട് അദ്ദേഹം മണ്ഡലത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരം എന്ന് വേണേൽ വിലയിരുത്താം. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ടൈറ്റ് ആയിട്ടുള്ള മണ്ഡലം ഈസി ആക്കി. ഇതൊരു സൂചനയും കൂടിയാണ്. നന്നായി മണ്ഡലം നോക്കുകയും നന്നായി മണ്ഡലത്തിൽ ഇടപെടുകയും ചെയ്താൽ ജനങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മുടെ ജനപ്രതിനിധികൾ അംഗീകരിക്കാം. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അദ്ദേഹം ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഒക്കെ ചെല്ലുകയും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ അതിനപ്പുറം ഈ മണ്ഡലത്തിൽ ഉള്ള ഈ യുവജനങ്ങൾ അല്ലെങ്കിൽ IAS പരീക്ഷയ്ക്ക് പഠിക്കുന്നവർ അങ്ങനെയുള്ള ചില പുതിയ സ്കീംസ് കൊണ്ടുവരും. ക്രിയ എന്നാണ് അതിന്റെ ഒരു പദ്ധതിയുടെ പേര്. ഞാൻ ഓർക്കുന്നു, നമ്മളവിടെ സർവേ പോയ സമയത്ത് ഞാൻ ഇത്രയും ചെറിയ മാർജിൽ ചെയ്ത മണ്ഡലങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രിയ എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിന്റെ പദ്ധതിയെ പറ്റി ജനങ്ങൾക്കിടയിൽ വലിയ ജനങ്ങൾക്ക് അറിയാം അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന രീതിയിൽ മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. നജീബ് കാന്തപുരം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ മനസ്സിൽ.